ഇന്നൊരു ഹറിബറി ഡേ ആണ്. ഇന്ന് ടൗൺ വരെ ഒന്ന് പോകണം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് കഴിഞ്ഞ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയ ഉടുപ്പാണ്. പിന്നെ ഈ തലയിൽ ഞാൻ ഇന്നൊരു താജ്മഹൽ പണി. ഈ മുടി കെട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വിവിധ തരം പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബി. അങ്ങനെ കൈ കിട്ടിയ ക്ലിപ്പ് എല്ലാം എടുത്ത് ഞാൻ തലയിൽ കുത്തി വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. എന്നാലും ഞാൻ വിട്ടില്ല. എൻ്റെ കലാവിരുതെല്ലാം പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ കഴുത്തൊടിച്ചേനെ. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയേ. ഒരു ചെറിയ പൊട്ടും കുത്തി കുറച്ച് ഒന്ന് കണ്ണും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പുള്ളീൻ്റെ ആക്ഷൻ കണ്ടോ. ഞങ്ങൾ പോകാനെല്ലാം റെഡിയായി ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മുടി കെട്ടിയത് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ അത് അഴിച്ചിട്ട് ഞാൻ വേറെ രീതിയിലൊന്ന് കെട്ടി നോക്കിയേ. ഇതെനിക്ക് പിന്നെ കുറച്ചും കൂടി ഇഷ്ടമായി. ഇത് ഹെയർ സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഒരു പീസ് തുണി വാങ്ങാനുണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഈ മുറിച്ച് വാങ്ങുന്ന തുണിയൊക്കെ 4-ാം നിലേൻ്റെ മണ്ടയ്ക്കാന്ന് പറഞ്ഞ് അവിടം വരെ ഞങ്ങൾ നടത്തിച്ച്. എൻ്റെ പൊന്നെ കയറി മടുത്ത് സ്റ്റെപ്പ് കയറി. ഇവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കാണാത്തതുകൊണ്ട് അമ്മ ഞങ്ങളെയും തിരക്കി വരുന്നുണ്ട്. അമ്മേനെ കണ്ടവിടെ പുള്ളി പറയണേ മല കാണിച്ചു തരാമെന്ന്. ഇതിൻ്റെ മേലെ കയറി നിന്നുണ്ടല്ലോ, കാണാൻ നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ. അവിടെ ഒരു മല കാണുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോകണത് ഉണ്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഞങ്ങൾ തുണിയൊക്കെ എടുത്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങി. അവൾക്ക് ആരുടെയും സഹായം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചുരിദാർ സെക്ഷനിലേക്കാണ് പോയത്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഓണത്തിന് എന്തായാലും എടുക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്നും ഡ്രസ്സൊന്നും എടുത്തില്ല. അമ്മ പറഞ്ഞ് മോക്ക് വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാം. ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഓണത്തിന് എന്തായാലും എടുക്കണമല്ലോ. പിന്നെ ഇവിടുത്തെ ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ ആള് ഇത് കണ്ടപ്പോ മൈൻഡ് മാറിയേ. അങ്ങനെ അവൾക്കൊരു ഐസ്ക്രീം വാങ്ങി. ഞാനൊരു കാപ്പിയും ഒരു എഗ് പപ്സുമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ പപ്സ് വന്ന പാടെ അവൾ കീറി പറിച്ച് ദൂരെ കളഞ്ഞു. പിന്നെ ഐസ്ക്രീം എന്നെ ഏൽപ്പിച്ചിട്ട് അവൾക്ക് എഗ് പപ്സ് മതി എന്ന് പറഞ്ഞു. പിന്നെ അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ വരത്തില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അമ്മയ്ക്ക് വണ്ടി കയറാൻ പേടി, അതുകൊണ്ട് അമ്മയും അവളും കൂടെ ഓട്ടോയിൽ വരുന്നുണ്ട്. ഓട്ടോയിൽ വന്ന് ഇറങ്ങിയുണ്ടല്ലോ, പിന്നെ എൻ്റെ കൂടെ താഴേക്ക് ഞാൻ വിചാരിച്ചു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന്. അമ്മയ്ക്ക് വണ്ടി കയറാൻ പേടിയുണ്ട്. അമ്മ മുന്നിൽ അത് നടന്നു പോണു. അമ്മ ഒറ്റ പ്രാവശ്യം എൻ്റെ കൂടെ വണ്ടി കയറിയുള്ളൂ. അതോടെ അമ്മയ്ക്ക് മതിയായി. ജസ്റ്റ് ഒന്ന് പാളിപ്പോയേ ഉള്ളേ, വീണൊന്നുമില്ല. പിന്നെ അമ്മ കയറിയിട്ടുമില്ല. പിന്നെ ഈ വഴി കണ്ടോ, ഭയങ്കര മോശമാണ് നമ്മുടെ വഴി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അവൾക്കൊരു താറാവ് മിഠായിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.